നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജോർജിയ ഇ വിസ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതാണ് ജോർജിയ ഇ വിസയുടെ ഒഫീഷ്യൽ പോർട്ടൽ. ഇന്ത്യൻ റെസിഡൻറ്റിന് ഇ വിസ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മൾ മറ്റ് കൺട്രിയുടെ റെസിഡൻസി ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ GCC റെസിഡൻ്റ് ആണെങ്കിൽ ഇ വിസ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ അപ്ലൈ നൗ ക്ലിക്ക് ചെയ്യുക. ഈ പോർട്ടലിൽ നമ്മുടെ നാഷണാലിറ്റി സെലക്ട് ചെയ്യുന്നു, നമ്മുടെ പാസ്പോർട്ട് സെലക്ട് ചെയ്യുന്നു, നമ്മുടെ പർപ്പസ് ഓഫ് വിസിറ്റ് ടൂറിസം. പിന്നെ ഇതിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ഐ ആം ഹോൾഡിംഗ് എനി വിസ ഓർ റെസിഡൻസി പെർമിറ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ റെസിഡൻസി പെർമിറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഈ കൺട്രിയിൽ ഏതെങ്കിലും രാജ്യങ്ങളിൽ റെസിഡൻസി പെർമിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വിസ ഓൺ അറൈവലാണ്, നമ്മൾ വിസ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇ വിസ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്കൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അതേപോലെ തന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പി. ഇ വിസയ്ക്ക് 2 പ്രൊസീജിയറാണ് ഉള്ളത്. ഒന്ന്, നമ്മൾ നോർമൽ ആപ്ലിക്കേഷൻ, ഇ വിസ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുന്നു. അതിന് ഏകദേശം ഒരു $20 പേയ്മെൻറ്റ് വരുന്നുണ്ട്. ഫർദർ ഒരു കംപ്ലീറ്റിംഗ് പ്രൊസീജിയറുണ്ട്, അതിന് ഡ്യൂ വെരിഫൈ ആപ്ലിക്കേഷൻ എന്ന് പറയും. നമ്മൾ ഡ്യൂ വെരിഫൈ ആപ്ലിക്കേഷനും ഫർദർ ഒരു $50 പേയ്മെൻറ്റ് വരുന്നുണ്ട്. നമ്മൾ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യണമെങ്കിൽ നമ്മുടെ 6 month ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡ് നമ്പർ ലിങ്ക് വിത്ത് ഫോൺ നമ്പർ, കാരണം ഒരു OTP ഒതൻറ്റിഫിക്കേഷൻ ആവശ്യമുണ്ട്. ഈ 2 ഡോക്യുമെൻറ്റ് വളരെ മാൻഡറി ആണ് സെക്കൻഡ് സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ. അപ്പോൾ ടോട്ടൽ പേയ്മെൻറ്റ് ഏകദേശം $35 വരുന്നുണ്ട്, ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ ഇതിൽ നമ്മുടെ ട്രാവൽ ഡേറ്റ് എൻ്റർ ചെയ്യുമ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട് 120 days ആണ് വിസയ്ക്ക് വാലിഡിറ്റി. മൾട്ടിപ്പിൾ എൻട്രി വിസയാണ്. ഈച്ച് എൻട്രി നമുക്ക് 30 days സ്റ്റേ ചെയ്യാം. ജസ്റ്റ് റാൻഡം ആയിട്ടൊരു ഡേറ്റ് കൊടുക്കുന്നു, 6th of January ട്രാവൽ ഡേറ്റ് ആയിട്ട് കാണിക്കുന്നു. അപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട് ഇത് 5th May വരെ വാലിഡിറ്റി ഉണ്ട്, 120 days വാലിഡിറ്റി ഉണ്ട്. ഇത് വിസ ഫീ കാണിക്കുന്നത് $20 ആണ് ഇതിൻ്റെ വിസ ഫീസ് വരുന്നത്. നെക്സ്റ്റ് സെക്ഷനിൽ ടേംസ് ആൻഡ് കണ്ടീഷൻ ആണ് വരുന്നത്. അത് നമ്മൾ റീഡ് ചെയ്ത് അക്നോളജ് ചെയ്യുക. ബൈ ഡിഫോൾട്ട് ഇതും എല്ലാം നമ്മൾ അക്നോളജ് ചെയ്യേണ്ടതാണ്. നമുക്ക് വായിച്ച് നോക്കിയിട്ട് അക്നോളജ് ചെയ്യാം. ഈ സെക്ഷനിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്. നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് നമുക്കിത് ഈസി ആയിട്ട് ആപ്ലിക്കേഷൻ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ പാസ്പോർട്ട് കോപ്പിയും നമ്മുടെ ഫോട്ടോയും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത് കഴിയുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം $20 പേയ്മെൻ്റ് ഉണ്ട്. സെക്കൻഡറി ഒരു വെരിഫിക്കേഷൻ എന്ന രീതിയിൽ 24 hours നമ്മുടെ ഇമെയിൽ ID-യിലേക്ക് ഒരു ഡു വെരിഫൈ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ലിങ്ക് വരും. ആ ലിങ്ക് ത്രൂ നമുക്ക് ഫർദർ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നമ്മുടെ ആധാർ കാർഡ് ഡീറ്റെയിൽ എൻ്റർ ചെയ്യുന്നു. സെക്കൻഡ്, നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് 6 month ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് $50 അഗെയിൻ ഒരു പേയ്മെൻറ്റ് ഉണ്ട്. അങ്ങനെയാണ് $35 ടോട്ടൽ കോസ്റ്റ് വരുന്നത്. നമ്മളെല്ലാം ഫയൽ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വിസയുടെ അപ്ഡേറ്റ് ഇമെയിൽ കൂടി അറിയാൻ കഴിയും. അപ്പോൾ ഇതാണ് ജോർജിയ വിസയുടെ ഡീറ്റെയിൽസ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇതാണ് എൻ്റെ പ്രൊസീജിയേഴ്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.